നമുക്ക് ഇന്നത്തെ കാലത്ത് ബന്ധങ്ങളുടെ വിലയെപ്പറ്റി ഉള്ള ജ്ഞാനം വല്ലാതെ കുറവാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. കാരണം ഇന്നത്തെ കുട്ടികൾ വളരുന്ന സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. കുട്ടികൾക്ക് എത്ര ശതമാനം അവർക്ക് ബന്ധങ്ങളെപ്പറ്റി അറിയാം? ഒരു കുട്ടി ജനിക്കുന്ന സാഹചര്യത്തിൽ, ജനിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും, കാരണം 26 വയസ്സ് ഉള്ള 27 വയസ്സുള്ള യുവ ഈയിടെയായി വിവാഹം കഴിച്ച 2 പേർക്കൊരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടി ജനിക്കുന്ന സമയത്ത് ഇവരൊരു ജോലി സ്ഥലത്ത് ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് അവരൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറ്റി ആ കുട്ടിയായിട്ട് അവിടെ താമസിക്കുകയാണ്. ആ ഫ്ലാറ്റിൽ ഇവർ താമസിക്കുമ്പോൾ ഇവർക്ക് ജോലിക്ക് പോകണം. ജോലിക്ക് പോകേണ്ട സമയത്ത് ജോലിക്ക് പോകണം. ഒരു ആയയെ വെച്ച് ഈ കുട്ടിയെ നോക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യുന്നു. ഈ കുട്ടി അച്ഛനെയും അമ്മയും അല്ലാതെ വേറൊരാളുമായിട്ട് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. വേറൊരു കുട്ടിയുടെ കൂടെ കളിക്കുന്നത് വരെ ഒരു 3 വയസ്സ് കഴിഞ്ഞതിന് ശേഷം വല്ലപ്പോഴും സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ അമ്മ വീട്ടിലോ ഒക്കെ പോകുന്ന സമയത്ത് മാത്രമാണ്. അപ്പോൾ കുട്ടികളിൽ നിന്ന് അപ്പുറേക്ക് വേറൊരാളുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ വളരെ കുറയുന്നു. ഇതിനുശേഷം സ്കൂളിലേക്ക് പോകുന്നത് പഴയ കാലഘട്ടത്തിൽ സ്കൂളിലേക്ക് പോകുന്നത് തന്നെ ബന്ധങ്ങളുടെ ഒരു വലിയ വേദിയായിരുന്നു. ഒരുമിച്ച് ഒരു നാട്ടിൻ പ്രദേശത്തുള്ള കുട്ടികളെല്ലാം ഒരു 8 മണി നേരത്ത് ഒരുമിച്ച് ആ പ്രദേശത്തെ എല്ലാം കുട്ടികളെല്ലാം ഒരുമിച്ച് വന്ന് പാടവരമ്പത്തോടെയും റോഡിലൂടെയൊക്കെ നടന്ന് സ്കൂളിൽ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കഥയും കളിയും പറഞ്ഞ് സ്കൂളിലെത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബന്ധവും റിലേഷനും ഉണ്ടായിരുന്നു. സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴൊന്നുണ്ടായിരുന്നു സ്കൂളിലുള്ള ഗ്യാപ്പ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ എല്ലാ അവധിക്കാലങ്ങളിലും ബന്ധുവീടുകളിൽ പോയി അവിടെയുള്ള സമാന പ്രായക്കാരുമായിട്ട് കളിക്കുക, അവിടെയുള്ള കാരണവന്മാരുമായിട്ട് സംവദിക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ കാണുമ്പോൾ ഇവരെയൊക്കെ ബന്ധങ്ങൾ സ്വന്തം അച്ഛനും അമ്മയും ഈ കുട്ടികളുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് കാണാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ സാഹചര്യങ്ങളിൽ വരുമ്പോൾ കുട്ടികൾ ഒരു സ്റ്റേജ് വരെ കുട്ടികളെ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവരെ മാർഗ്ഗമില്ലാത്ത വിവാഹത്തിന് പോകുമ്പോൾ കൊണ്ടുപോകുമായിരുന്നു. ഒരു പ്രായം കഴിഞ്ഞാൽ സ്കൂളിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയ്ക്കും ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ കുട്ടിയെ കൊണ്ടുപോവുക എന്നുള്ളൊരു ശീലമില്ല. കാരണം അവർ വന്നാൽ അവിടെ ഇഷ്ടപ്പെടില്ല എന്ന് ഈ പാരൻസ് തന്നെ തീരുമാനിക്കും. ഈ കുട്ടികൾ മറ്റുള്ളവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധം വരുന്നില്ല. ഇവർ വെക്കേഷൻ സമയത്ത് അമ്മ വീട്ടിലോ തന്നെ കൊണ്ട് നിർത്താൻ ഇവർക്ക് ധൈര്യം ഉണ്ടാകുന്നില്ല. ആകെ ഒരു കുട്ടിയോ 2 കുട്ടിയേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടി അമ്മ വീട്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ അവിടെയും പ്രത്യേകിച്ച് ഇവരുടെ കൂടെ കളിക്കുന്ന ഈക്വൽ പ്രായത്തിലുള്ള ഒരാൾ അവിടെ ഇല്ല. അവിടെ പോയി നിന്ന് അവരുമായിട്ട് എൻജോയ് ചെയ്യാൻ അവർക്ക് മാർഗ്ഗങ്ങളില്ല. അച്ഛൻ്റെ വീട്ടിൽ പോയി നിന്നാലും അതും ഇത് തന്നെ അവസ്ഥ. വേറെ ബന്ധുവീടുകളിലേക്കൊന്നും വിടാനിപ്പോൾ ആർക്കും താല്പര്യവുമില്ല. ഈ സാഹചര്യം വന്നപ്പോൾ ഈ കുട്ടികൾക്ക് ബന്ധങ്ങൾ എന്നുള്ള സംഭവത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് ടോട്ടലായിട്ട് മാറിയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല.